സുഭാഷിതം. മനുഷ്യനൊരു സങ്കീർണ ജീവിയാണ്. ഒറ്റപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞിരുന്ന ബോധത്തിൽ നിന്നും എല്ലാവരും ഒന്ന് എന്ന് പറയാവുന്ന ബോധത്തിലേക്ക് വരെ ചിന്തിച്ചും ജീവിച്ചും എത്തി നിൽക്കുന്നുണ്ടെങ്കിലും ആ വികാസ പരിണാമയാത്രയിൽ കൂടെ പറ്റിച്ചേർന്നതൊന്നും തന്നെ അവനിൽ നിന്നും ഇല്ലാതെയായി പോയിട്ടില്ല. കൂട്ടിച്ചേർക്കപ്പെട്ടതെല്ലാം സന്ദർഭം വരുമ്പോൾ ഉണർന്നു വരികയും പലപ്പോഴും അത് നാശത്തിന് കാരണമാവുകയും ചെയ്യുന്നത് നാം സദാ അനുഭവിക്കുന്ന യാഥാർത്ഥ്യമാണ്. തൊട്ടുമുന്നിൽ വന്നു നിൽക്കുന്നത് തൻ്റെ നിലനിൽപ്പിന് തടസ്സമാണ് എന്ന് കരുതി രണ്ടാമതൊന്നാലോചിക്കാതെ ഉന്മൂലനം ചെയ്തിരുന്ന സ്വഭാവം മുതൽ എല്ലാവർക്കും സമാധാനമുള്ള തരത്തിൽ പ്രതികരിക്കേണ്ടതുണ്ട് എന്ന അറിവിൽ നിന്ന് ഉണരുന്ന സംയമനം വരെ അവനിൽ നിറഞ്ഞു നിൽക്കുന്നു. ഈ രണ്ടറ്റങ്ങൾക്കിടയിൽ കിടന്ന് ശരിതെറ്റുകളുടെ നൂലാമാലകളിൽപ്പെട്ട് നട്ടം തിരിയുന്ന മനുഷ്യനെയാണ് നാം അനുഭവിക്കുന്നത്. ധർമ്മമേത് അധർമ്മമേത് എന്ന് നിരന്തരം ചർച്ച ചെയ്യുകയും കൃത്യമായി ഉത്തരം കിട്ടാതെ ഉഴറുകയും ചെയ്യുന്നത് മഹാഭാരതം മുതൽ ഇങ്ങോട്ടുള്ള ഗ്രന്ഥങ്ങളിൽ പോലും നാം കണ്ടിട്ടുള്ളതാണ്. മനുഷ്യജീവിതത്തിൻ്റെ അർത്ഥം സത്യസന്ധമായി അന്വേഷിക്കുന്നവരിലെല്ലാം ഈ സംഘർഷം സ്വാഭാവികമാണ്. കൂടുതൽ കൂടുതൽ ഉണരും തോറും കൂടുതൽ കൂടുതൽ സങ്കീർണമാകുന്ന ജീവിതം. ഇവിടെയാണ് വികാരവിചാരങ്ങളുടെ ഏറ്റിറക്കങ്ങളെ വേണ്ടവണ്ണം സംയമനം ചെയ്ത് വിവേകത്തോടെ കാലദേശാനുസൃതമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഉണരുന്നത്. കാലാകാലങ്ങളിൽ വിവേകത്തിൻ്റെ വഴി പറഞ്ഞു തന്ന് കടന്നുപോയവർ എന്നും പ്രസക്തമായിരിക്കുന്നതും അതുകൊണ്ടാണ്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന്നു സുഖത്തിനായി വരേണം എന്ന് ആധുനികനായ ഒരു ഗുരു പറഞ്ഞത് ആ സംയമനത്തിൻ്റെ മൂല്യത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടു തന്നെയാണ്. മറ്റു ജീവികളെല്ലാം അവരവരുടെ വഴികൾ ഏറെക്കുറെ തെളിഞ്ഞു കിട്ടിയവരാണ്. എന്തു തിന്നണം, എങ്ങനെ പുലരണം എന്ന കാര്യത്തിൽ അവർ സംശയമനുഭവിക്കുന്നതായി നാം കാണുന്നില്ല. എന്നാൽ നാം മനുഷ്യരുടെ കാര്യം അങ്ങനെയല്ല. എന്തു തിന്നണം എന്ന കാര്യത്തിൽ പോലും ഇപ്പോഴും നാം ചർച്ചയിലാണ്. പെരുമാറ്റ രീതികളും ജീവിതശൈലികളും നാം നിരന്തരം ഓർമ്മപ്പെടുത്തുകയും പരിശീലിക്കുകയും ചെയ്യേണ്ടി വരുന്നു. ഇനിയും ഉറച്ചു കിട്ടിയിട്ടില്ലാത്ത ബാല്യദശയിലെന്നു വേണമെങ്കിൽ പറയാവുന്ന ബോധത്തിൻ്റെ അവകാശികളായ നാം മനുഷ്യർക്ക് ആ മനുഷ്യർക്കിടയിൽ നിന്നു തന്നെ ഏറ്റവും ഉണർവോടെയും ശ്രദ്ധയോടെയും ജീവിക്കുന്നവരുടെ നിർദ്ദേശങ്ങൾ ആവശ്യമായി വരുന്നു എന്നത് സ്വാഭാവികമാണ്, അനിവാര്യവുമാണ്. എത്ര ബുദ്ധിയും തെളിച്ചവുമുള്ളവരും ചില ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികൾ സംഭവിച്ചു കഴിഞ്ഞതിനു ശേഷം ഛേ അത് വേണ്ടായിരുന്നു എന്ന് ഒരിക്കലെങ്കിലും പറയാതിരുന്നിട്ടുണ്ടാവില്ല. ബുദ്ധിയും വിവേകവും എത്ര തെളിഞ്ഞിരുന്നാലും അതിനെയെല്ലാം അതിവർത്തിച്ചുകൊണ്ട് പുറത്തു ചാടുന്ന വാസനകൾക്ക് അടിമകളാണ് നാം എന്നതിന് അതുതന്നെയാണ് മതിയായ തെളിവ്. ആ പുറത്തു ചാടലുകളെ വിവേകപൂർവം സംയമം ചെയ്യുന്നിടത്താണ് സംസ്കാരം ഉദയം ചെയ്യുന്നത്. അങ്ങനെ സംയമം ചെയ്ത് തനിക്കും തൻ്റെ ചുറ്റുപാടിനും ഹിതകരമായ രീതിയിൽ ജീവിക്കുമ്പോഴാണ് നാം മനുഷ്യരാകുന്നത്. അല്ലാത്തിടത്തോളം മനുഷ്യ ശരീരത്തിൽ വസിക്കുകയും പ്രാകൃതവും ശീലവിധേയവുമായ വാസനകൾക്കനുസരിച്ച് വിധേയപ്പെട്ട് കഴിയുന്ന ഒരു സങ്കര ജീവി തന്നെയാണ് നാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. നന്നായി ചിന്തിക്കണമെന്നും ജീവിക്കണമെന്നും ആത്മാർത്ഥമായി ആഗ്രഹിക്കുമ്പോഴും സന്ദർഭം വരുമ്പോൾ പ്രാകൃത സ്വഭാവത്തിനടിപ്പെട്ട് അസ്വസ്ഥരാകുന്ന നന്മ നിറഞ്ഞ മനുഷ്യരാണ് നമ്മിൽ പലരും. എല്ലാ കാലത്തുമുള്ള മനുഷ്യർ ഈ നിസ്സഹായതയിലൂടെ കടന്നുപോയിട്ടുണ്ട്. പ്രാകൃതമായ വാസനകളുടെ പിടിയിലമരുന്ന വ്യക്തിബോധത്തെയും സാമൂഹ്യബോധത്തെയും സംസ്കരിച്ചെടുക്കാൻ തങ്ങൾക്കാവുന്നതെല്ലാം ചെയ്തിട്ടുള്ള വിവേകികളായ ശ്രദ്ധാലുക്കളും അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ആധുനിക മനുഷ്യന് അത്യാവശ്യം വേണ്ട ഗുണവിശേഷം ഗുരു ചുരുക്കി പറഞ്ഞത് ഇങ്ങനെയാണ്: ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. സുഭാഷിതം. അവതരിപ്പിച്ചത് ഷൗക്കത്ത് എ വി.